എല്ലാവർക്കും ഫിറ്റ്നസ് ട്രാവൽ എയ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് 3 മീഡിയം സൈസിലുള്ള സവാള വേണം. പിന്നെ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് സ്പൈസസ് ഒക്കെ വേണം. ആദ്യം കുറച്ച് കാഷ്യൂ നട്ട്സ് വേണം. പിന്നെ കുറച്ച് ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഫിഗ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടിയും വേണം. കുറച്ച് യോഗേർട്ട് വേണം. പിന്നെ കുറച്ച് ഗീ വേണം. പിന്നെ ഞാനിവിടെ 1 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ചെറുനാരങ്ങയും കുറച്ച് പച്ചമുളകും വേണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു മീഡിയം സവാള സ്ലൈസ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലയും കൂടി ആവശ്യമുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വയനാടൻ കൈമ റൈസാണ്. അത് ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ½ അവർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതുപോലൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അത് നന്നായി ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഗീയും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ഓയിലും ഗീയും നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച മീഡിയം സവാള ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാള നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുത്തതിന് ശേഷം നമ്മുടെ നട്ട്സും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ അതിലിട്ടിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇനി നമുക്ക് ആ ഓയിലിലേക്ക് 4 പച്ചമുളക് ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച 3 മീഡിയം സവാള ഇതിലേക്ക് ചേർത്തിട്ട് അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള ഒന്നും കൂടി സ്പീഡായിട്ട് കുക്കായി കിട്ടും. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് റൈസ് ഇതിൻ്റെ കൂടെ തന്നെ മെല്ലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പാന് വെച്ചിട്ട് അതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. ഗീ നന്നായി ചൂടായി വരുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സൊക്കെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. സോ ഞാൻ ഒരു 3 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. റൈസിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായി കുക്കായി നല്ല പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ½ ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം നമ്മുടെ ഗ്രേവിയും മസാലയും ഒക്കെ നന്നായി കുക്കായി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ യോഗർട്ട് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഗ്രേവി കുക്ക് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ, എന്നാലേ നല്ല അടിപൊളിയായിട്ട് കുക്കായി വരുള്ളൂ. ഇപ്പം നമ്മുടെ ഗ്രേവിയും ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ഹാഫ് അവറെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കും ഞാനിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഈ സമയത്ത് നമ്മൾ റൈസ് കുക്ക് ചെയ്യാനായിട്ടുള്ള വെള്ളവും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ല ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം റൈസ് നല്ല പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പോൾ റൈസ് നമുക്ക് ദം ചെയ്തെടുക്കാനായിട്ട് ഞാനിതിൻ്റെ ഒരു ഹാഫ് പോർഷൻ റൈസ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച മസാല നമുക്കിതിൻ്റെ ഇടയിൽ ലെയറാക്കിയിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച റൈസ് നമുക്കിതിൻ്റെ മേലെ ആയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും ദം ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പോക്കറ്റ്സ് ഇതിനിടയിൽ ഉണ്ടാക്കി കൊടുക്കണം. എന്നാലേ ഒരു നല്ലൊരു എയർ സർക്കുലേഷൻ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവുള്ളൂ. അപ്പോഴേ നല്ല പെർഫെക്റ്റായിട്ട് ദമ്മായി വരുള്ളൂ. ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയിലയും പുതിനയും പിന്നെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് ലെമൺ ജ്യൂസും പിന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല എയർ ടൈറ്റായിട്ട് മൂടി വെച്ചിട്ട് ഞാനിവിടെ അയേണിൻ്റെ ഒരു ചെറിയൊരു മെറ്റൽ പീസ് താഴെ വെച്ചിട്ട് അത് നന്നായി ചൂടാക്കിയിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മുടെ ബിരിയാണി നന്നായി ദമ്മായി വന്നിട്ടുണ്ട്. ഒരു ഹാഫ് അവർ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ നന്നായി ദമ്മായി എടുത്തിട്ടുണ്ട്. ആ ഒരു മല്ലിയിലേൻ്റെയും പുതിനേൻ്റെയും ഒക്കെ കളറ് മാറിയിട്ട് നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റി ആൻഡ് പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല കുക്കായി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടിയും ചെയ്തേക്കണം. അപ്പോൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയുടെ till then take care, bye bye.